ഗൈസ് അതെന്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്ന വഴിയാണ്. മിറർ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് ഈ സാധനം പുറത്തു വന്നിരിക്കുന്നത്. അവരാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. കടൽ മച്ചാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ കടൽ മച്ചാന്റെ ഒരു ന്യൂഡ് വീഡിയോ ഇപ്പം ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ട്. അങ്ങനെ പലരും അത് കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഫൈനലി കടൽ മച്ചാൻ അതിന്റെ പേരിൽ കൊണ്ടുപോയി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കടൽ മച്ചാന്റെ കമന്റ് ബോക്സ്, പ്രത്യേകിച്ച് കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കണം. കമന്റ് ബോക്സിനകത്താണ് ഈ ഒരു സംഭവങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്നത്. അവസാനം കടൽ മച്ചാൻ തന്നെ ഈ പറയുന്ന കമന്റ് ബോക്സ് ഓഫാക്കി കളഞ്ഞ്. എന്തായാലും ഇപ്പം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. കുറെ ഫ്രണ്ട്സ് എന്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് അതെന്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്ന വഴിയാണ്. സോ തുക്കുടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കുടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംഹിതയിലും നല്ല വിശ്വാസമുണ്ട്. എന്തായാലും കടൽ മച്ചാൻ തന്നെ പറയുന്നു അത് പുള്ളിയുടെ വീഡിയോ അല്ല, അത് ഉണ്ടാക്കിയ ആരാന്ന് വെച്ച് കഴിഞ്ഞാലും അവരുടെയൊക്കെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാലും അവരുടെയും പേരിൽ കേസ് വരും എന്നാണ് പറയുന്നത്. എന്തായാലും കടൽ മച്ചാനും കടൽ മച്ചാന്റെ അമ്മയും കൂടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഐ ട്രസ്റ്റ് ഇൻ ലോ, താങ്ക്സ് CM ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും പുള്ളി ഇട്ടിരിക്കുന്ന പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പലതവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനും അവർക്ക് തുല്യമാവുമെന്ന് കരുതിയാണ്. ഈ തവണ പക്ഷേ മനുഷ്യ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് പോരാട്ടം നിയമത്തിന്റെ വഴിയിൽ. പക്ഷേ ഈ പോരാട്ടത്തിന്റെ വിജയം എൻ്റെ ഒപ്പമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുകയാണ്, ഈ ഉപദ്രവിച്ച ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സംഭവമാണ്. ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ വിശ്വാസമുണ്ട്. എനിക്കെതിരെ AI ന്യൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുകയും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി. ഓക്കെ, എന്തായാലും പുള്ളി പറയുന്ന ഇത് AI യൂസ് ചെയ്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്, അല്ലാതെ പുള്ളിയായിട്ട് ആർക്കും അയച്ചു കൊടുത്ത അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം കണ്ടവർ പറയുന്നത് ഒരുപാട് നാളത്തെ വീഡിയോ ആണിത്. അപ്പം AI യൂസ് ചെയ്ത സാധനമല്ല എന്നാണ് പല ആൾക്കാരും പറയണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു പക്ഷേ ഹണി ട്രാപ്പ് വല്ലതും ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം, ആരോടെങ്കിലും ഇപ്പം സ്നേഹിച്ചിരുന്ന സമയത്ത് ആരോടെങ്കിലും വിശ്വസിച്ച് ആർക്കെങ്കിലും അയച്ചു കൊടുത്തൊരു സാധനമായിരിക്കാം. അത് ഇപ്പോൾ ഒരു കറക്റ്റ് ടൈം എന്നുള്ള രീതിയിൽ അവരതെടുത്ത് നൈസായിട്ട് പുറത്ത് വിട്ടതും ആവാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും വിശ്വസിച്ചിട്ട് അയച്ചു കൊടുത്തിട്ട് അവരിങ്ങനെ പരിപാടി ചെയ്തതാണെങ്കിൽ കാണിച്ചത് വെറും തന്തയില്ലാത്തരമായിട്ടേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് വിശ്വസിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ കടൽ മച്ചാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കുക, ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അയാളുടെ ന്യൂഡായിട്ടുള്ള വീഡിയോ ഒരാൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയെ അത്രയ്ക്ക് ട്രസ്റ്റ് ചെയ്യാതെ അയച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പം മച്ചാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ട് നൈസായിട്ട് ഇപ്പം വന്ന് പണിയുവാണെങ്കിൽ കാണിച്ചത് വെറും തെണ്ടിത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊന്നുമല്ല AI ആണെങ്കിൽ പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ. കുറച്ച് നാൾക്ക് മുന്നേ ഹെലനോസ് പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹെലനും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഹെലന്റെ ഇതുപോലുള്ള ഫോട്ടോസ് മോർഫ് ചെയ്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിൽ ഹെലൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ഹെലന്റെ കേസ് എന്നിട്ട് എന്തോ ആയി? ഒരു രീതിയിലും ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പുറകിൽ ഓടി നടക്കുവാണ്. എന്തായാലും നമ്മുടെ സൈബർ സെല്ലൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഇതിൻ്റെ പുറകെ നടന്നിട്ടായാലും ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരാളുടെ ജീവിതം തകർക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഞാൻ നോക്കാൻ നേരത്ത് യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ആരും എടുത്തു വെച്ചിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബിൽ ഒന്നാമത്തെ കാര്യം ഇത് കാണിക്കാൻ പറ്റില്ല, കമ്മ്യൂണിറ്റി വയലേഷനാണ്. പക്ഷെ അത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടെടുത്ത് പുറത്താക്കുന്നത്. കാണിച്ചത് വെറും തെണ്ടിത്തരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാര്യം അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ പറയുന്ന രീതിയിൽ തന്നെ ഈ പയ്യൻ ശരിക്കും പറഞ്ഞ ഇന്നസെൻ്റ് ആണെങ്കിൽ അവനും അവൻ്റെ ഫാമിലി നേരിടുന്ന എന്തുമാത്രം മാനനഷ്ടം ഉണ്ടായിരിക്കും എന്നറിയാം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, മാനനഷ്ടത്തിൻ്റെ മാത്രമല്ല, അവർ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇനിയിപ്പോൾ കടൽ മച്ചാനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ട്
സംസാരിക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തവരാണ്, ഇവരെ സപ്പോർട്ട് ചെയ്തതാണ്. കടൽ മച്ചാൻ്റെ സ്വഭാവം ശരിയല്ല. എന്ത് സ്വഭാവം ശരിയല്ലെങ്കിൽ എന്തായാലും ഇമാതിരി പരിപാടി കാണിച്ചിട്ട് ഒരാളെ തകർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് വെറും തെണ്ടിത്തരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തീർക്കുക. അല്ലാതെ അവൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് പബ്ലിക് ആക്കിയിട്ട് അവനെ എടുത്ത് വെച്ച് വലിച്ചു കയറുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. എന്തായാലും കേസും കാര്യങ്ങളുമായിട്ട് തന്നെ അത് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ വീഡിയോ ശരിക്കും എവിടെ നിന്നാണ് പുറത്ത് വന്നേ എന്നൊക്കെയുള്ളൊരു രീതിയിൽ രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇത് പിന്നെ AI ആണെങ്കിലും അല്ലെങ്കിലും അത് അയാളുടെ സ്വകാര്യതയാണ്. അതെ, അയാളുടെ സ്വകാര്യ സ്ഥലത്ത് അതൊരു ബാത്റൂമാണ്. ആ ബാത്റൂമിൽ നിന്ന് മനുഷ്യ സഹജമായ ഒരു പ്രവൃത്തി അയാൾ ചെയ്യുന്നത് അയാൾ തന്നെ ദൃശ്യം ചിത്രീകരിച്ചാലും അത് അയാളുടെ ഫോണിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അയാളുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. കാരണം അയാളുടെ സ്വകാര്യമായിട്ടുള്ള ദൃശ്യം ചിത്രീകരിച്ചത്, അയാൾ ആരെയും റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ ഒന്നുമല്ല ദൃശ്യം. അയാളുടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് ചിത്രീകരിച്ചത് എങ്ങനെയോ പുറത്തു വന്നു. അത് അങ്ങനെയാണെങ്കിൽ, ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെയോ പുറത്തു വന്നു, അത് പ്രചരിപ്പിക്കുന്നത്. മിറർ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് ഈ സാധനം പുറത്തു വന്നിരിക്കുന്നത്. അവരാണ് ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. മിറർ കേരള എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെയാണ് ഈ ഒരു സാധനം പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഇവർ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേജിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. എന്തായാലും ഇവരാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് സംഭവം പറഞ്ഞത്. മിറർ കേരള എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഈ ഒരു സാധനം മാക്സിമം എല്ലായിടത്തും ഷെയർ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പേജിൽ നിന്നാണ് ഈ ഒരു സാധനം എല്ലാവർക്കും പോയിട്ടുള്ളത്. അപ്പം ആ പേജിൻ്റെ അഡ്മിൻ ആരാണ്, എങ്ങനെയാണ് ഈ ഒരു വീഡിയോ അവർക്ക് കിട്ടിയത് എല്ലാം അന്വേഷിക്കട്ടെ. ഇപ്പം എന്തായാലും വളരെ കുറച്ചുകൂടെ എളുപ്പമായല്ലോ കാര്യം എവിടെ നിന്നാണ് ഈ ഒരു സോഴ്സ് കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ പാട്. ഇപ്പം എന്തായാലും ആ ഒരു സോഴ്സ് എല്ലാവർക്കും മനസ്സിലായി. മിറർ കേരള എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഈ ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിനെ പൊക്കുക, അവർക്ക് വന്ന സോഴ്സ് കണ്ടെത്തുക, സിമ്പിളായിട്ട് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. എന്തായാലും നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഒക്കെ കിട്ടലുമാണ്. എന്തായാലും നമുക്ക് ബാക്കിയോടെ കണ്ടുപോകാം. പേരെങ്ങനെയായിരുന്നു ഞാൻ മറന്നുപോയി. വിഷ്ണു അല്ലല്ല, മിറർ കേരളയുടെ ഒരു ഇതുണ്ടല്ലോ, താടി വെച്ചിട്ടൊരു, അതെനിക്ക് പേരറിയില്ല, അങ്ങനെ എന്തോ പേരാണ് അദ്ദേഹത്തിന്റെ, ഞാൻ പേര് വിട്ടുപോയി. അപ്പൊ അതുവഴിയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുവഴിയാണോ ഇനി അതാണോ അതിന്റെ ഒറിജിൻ എന്ന് നമുക്കറിയില്ല. പക്ഷെ അതുവഴിയാണ് ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇത് അതിന്റെ ഒരു വശം. ഇനി AI ആണെങ്കിൽ ആ AI ചെയ്തവൻ അവൻ പിന്നെ അസാധ്യ കഴിവുള്ളവനാണ്. സത്യം പറഞ്ഞ അവന് ഇന്ത്യൻ 3 അവസരം നെടുമുടി വേണുവിനെ കണ്ടപ്പോ തന്നെ AI ആണ് നമ്മൾ. ഇത് നല്ല ഒറിജിനാലിറ്റി ഉള്ള AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കയ്യില്, വലത്തെ കയ്യില് ഒരു വള കിടപ്പുണ്ട്. അതുവരെ അവൻ അതുവരെ അവൻ AI ക്രിയേറ്റ് ചെയ്തു. അവനത് ക്രിയേറ്റ് ചെയ്ത് വളരെ വളരെ ഭയങ്കരമായ ഒറിജിനാലിറ്റിയാണ് ആ ദൃശ്യത്തിനുള്ളത്. ആ ചലനം, അതുപോലെ തന്നെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് എല്ലാം അതുപോലെ തന്നെ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ കേട്ടല്ലോ, ഇതാണ് സംഭവം. കൈ കിടക്കുന്ന വള വരെ ആ വീഡിയോക്കകത്തുണ്ട്. അപ്പം ഇതൊന്നും AIക്കകത്തൊന്നും ഒരു കാരണവശാൽ അത്രയ്ക്ക് ഒറിജിനലായിട്ടൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് കഴിവുള്ളവർ ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവന് തീർച്ചയായിട്ടും ഒരു അവാർഡ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് വ്യക്തമാണ് പല കാര്യങ്ങളും ഇതിനകത്ത്. ഈ ഒരു വിഷയത്തിൽ ഇവർ സംസാരിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ, ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ ഇതിനകത്തൊരു ഒറ്റ കാര്യം മാത്രമാണ് പറയണത്. ഇത് ആർക്കെങ്കിലും വിശ്വസിച്ച് അയച്ചു കൊടുത്തൊരു വീഡിയോ ആണെങ്കിൽ ഈ അയച്ചു കൊടുത്ത ആൾക്കാർ ഈ പറയുന്ന കടൽ മച്ചാനോടെ ചെയ്തത് ഏറ്റവും വലിയൊരു ചതിയായിട്ടേ എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിൽ കൂടുതൽ ഒരു നാണക്കേട് ഇനി അവൻ്റെ ലൈഫിൽ ഇനി കിട്ടാൻ ഇനിയില്ല. കാര്യം അത്രയ്ക്ക് തെണ്ടിത്തരമായിട്ടാണ് എനിക്ക് ബേസിക്കലി എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഫീൽ ചെയ്യുന്നതൊരു കാര്യം. എന്തായാലും ആ പറയുന്ന പേജിനെതിരെയും അതിൻ്റെ അഡ്മിനെതിരെയൊക്കെ ആക്ഷൻ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഇനിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കഴിവതും ആരും ഷെയർ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം ഷെയർ ചെയ്യും തോറും അവൻ്റെ ലൈഫിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇനി അവൻ പേഴ്സണലി അയച്ചാൽ ഇനി AI ആണെങ്കിൽ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ ലൈഫിനെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പല പെൺകുട്ടികൾക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മൾ ഈ രശ്മിക മന്ദാനയുടെ ഒരു AI വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ പറയണ്ടേ, റിയൽ ആണോ ഇനി അത് ഫേക്ക് ആണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോട്ടാണ്. എന്തായാലും ഈ കടൽ മച്ചാൻ്റെ ഈ കേസിനകത്ത് എന്തായാലും സത്യം പോലീസുകാർ തന്നെ കൊണ്ടുവരട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.